T20 ലോകകപ്പിൻ്റെ ഫൈനൽ വിജയിക്കാനായി ഇത്തവണ ഇന്ത്യ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. കുറച്ച് ഭാഗ്യ പരീക്ഷണങ്ങളാണ് ഇന്ത്യ ഇത്തവണ നടത്തുന്നത്. ഭാഗ്യം ഇന്ത്യക്കൊപ്പം നിൽക്കാനായി 3 പ്രധാന കാര്യങ്ങളിലാണ് ഇന്ത്യ ഇത്തവണ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഒന്നാമതായി അഹമ്മദാബാദിലെ പിച്ചിൻ്റെ കാര്യത്തിലാണ് ഇന്ത്യ ഇവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് 2013 ഇവിടെ വെച്ച് നടന്ന ഏകദിന ലോകകപ്പിലും T20 ലോകകപ്പിൻ്റെ സൂപ്പർ 8-ൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലും ഇന്ത്യ ഇവിടെ വെച്ച് തോറ്റിരുന്നു. 2 പ്രാവശ്യവും പിച്ചിനുപയോഗിച്ച മണ്ണാണ് ഇത്തവണ ചേഞ്ച് ചെയ്യുന്നത്. ആ 2 തവണയും കറുത്ത മണ്ണുള്ള പിച്ചിലാണ് ഇന്ത്യ കളിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അത് മാറ്റി 70% ചുമന്ന മണ്ണുള്ള പിച്ചിലാണ് മത്സരം നടക്കുക. ഈ പിച്ച് ബാറ്റർമാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്ന ഒരു പിച്ചാണ്. ഇന്ത്യ മികച്ച സ്കോർ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു പിച്ച് ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ മാറ്റം ഇന്ത്യൻ ടീം താമസിക്കുന്ന ഹോട്ടലിൻ്റെ കാര്യത്തിലാണ്. 2013 കൈപ്പേറിയ ഓർമ്മകൾ സമ്മാനിച്ച ആ ഹോട്ടലിൽ നിന്ന് മാറി മറ്റൊരു ഹോട്ടലിലാണ് ഇത്തവണ ഇന്ത്യൻ ടീം താമസിക്കുന്നത്. 2013 ഇന്ത്യ താമസിച്ച ആ ഹോട്ടലാണ് ന്യൂസിലാൻഡിന് താമസിക്കാനായി നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ മാറ്റം ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിൻ്റെ കാര്യത്തിലാണ്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇന്ത്യയുടെ പതിവ് ഡ്രസ്സിംഗ് റൂമിന് പകരം ഇന്ത്യ വിസിറ്റിംഗ് ഡ്രസ്സിംഗ് റൂമാണ് ഉപയോഗിക്കുക. ഇന്ത്യയുടെ പതിവ് ഡ്രസ്സിംഗ് റൂം ഇത്തവണ ന്യൂസിലാൻഡിനാണ് നൽകുക. ഇങ്ങനെ 3 പ്രധാന മാറ്റങ്ങളാണ് ഇത്തവണത്തെ ലോകകപ്പിന് മുമ്പായി ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ ഇന്ത്യയെ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടാൻ സഹായിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ മാറ്റങ്ങൾ ഇന്ത്യക്ക് കപ്പ് നൽകുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കപ്പടിക്കും? വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ആര് കപ്പടിക്കും?